നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കുരിയച്ചിറയിൽ എക്സൈസിന്റെ വൻ വിദേശ മദ്യവേട്ട. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാന കാർ ആക്രമിച്ചു. അതിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന മലപ്പുറം സ്വദേശികളായ വിനോദസഞ്ചാരികളുടെ കാറാണ് ആക്രമിച്ചത്. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ മലയാളി മിഷണറി സഹോദരിമാരെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി AKCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ അന്യായമായി തുറുങ്കിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പഴുവിൽ ഫൊറോനയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് മുമ്പിലെ വിശുദ്ധ യൂദ തദേവൂസിന്റെ ദേവാലയത്തിന് മുൻവശത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ കുരിയച്ചിറയിൽ എക്സൈസിന്റെ വൻ വിദേശ മദ്യവേട്ട. മാഹിയിൽ നിന്നെത്തിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 100ഓളം കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായാണ് മദ്യം എത്തിച്ചത്. കുരിയച്ചിറ സ്വദേശി പിന്റോയുടെ വീട്ടിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ പിന്റോയെയും സഹായി കെവിനെയും അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാന കാർ ആക്രമിച്ചു. അതിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന മലപ്പുറം സ്വദേശികളായ വിനോദസഞ്ചാരികളുടെ കാറാണ് ആക്രമിച്ചത്. രാവിലെ 7 മണിയോടെ ആയിരുന്നു സംഭവം. മലപ്പുറം സ്വദേശികളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് കാട്ടാന ആക്രമിച്ചത്. തുമ്പൂർമൊഴിയിൽ വെച്ച് റോഡിൽ കാട്ടാനയെ കണ്ടതോടെ ഇവർക്ക് കാർ നിർത്തി. ഇതിനിടെ പുറകിലൂടെ വന്ന മറ്റൊരു കാട്ടാന കാർ ആക്രമിക്കുകയായിരുന്നു. ആന കാറിന്റെ പുറകുവശത്ത് കുത്തി. ആക്രമണത്തിൽ കാറിന്റെ ഡോറിന് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു. കാറിലുണ്ടായിരുന്നവർ പേടിച്ച് നിലവിളിച്ച് ഉടൻ കാർ മുന്നോട്ടെടുത്തതോടെയാണ് കൂടുതൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ മലയാളി മിഷണറി സഹോദരിമാരെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി AKCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പഴുവിൽ തീർത്ഥയാത്രത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ പഴുവിൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം പഴുവിൽ ഫെറോന വികാരി റഫറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. പഴുവിൽ AKCC പ്രസിഡന്റ് പൈലി മേക്കാട്ടുകുളം അധ്യക്ഷനായി. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സെക്രട്ടറി ഓസ്റ്റിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. എക്സ്പ്രസ് പത്രം പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്മേൽ ചാർത്തപ്പെട്ട കുറ്റത്തിന് ഇരകളായി എന്ന് പറയുന്ന ആ പെൺകുട്ടികളിൽ ഒരാളുടെ അഭിമുഖം പുറത്തു വന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതപ്രകാരം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാൽ എന്ന് പറയുന്ന മധ്യപ്രദേശ് തലസ്ഥാനത്തേക്ക് അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിനോട് ചേർന്നുള്ള ആശുപത്രിയിൽ 10,000 രൂപ ശമ്പളം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ ആരെയാണോ കാത്തുനിന്ന സിസ്റ്റേഴ്സ് വരാൻ കുറച്ച് നേരം വൈകിയതുകൊണ്ട് ഞങ്ങളോട് ആരോ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പിന്നീട് അവിടെ സംഭവിച്ചതൊന്നും ഞങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയല്ല. ഛത്തീസ്ഗഡിൽ അന്യായമായി തുറുങ്കിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പഴുവിൽ ഫൊറോനയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് മുമ്പിലെ വിശുദ്ധ യൂദ തദേവൂസിന്റെ ദേവാലയത്തിന് മുൻവശത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അന്യായമായി ആൾക്കൂട്ട വിചാരണ നടത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും ഉടൻ മോചിപ്പിക്കുക,
കന്യാസ്ത്രീകളുടെ പേരിൽ അന്യായമായി എടുത്തിരിക്കുന്ന കേസ് ഉടനടി റദ്ദ് ചെയ്യുക, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ അതിരൂപത പഴുവിൽ ഫെറോനയിൽ ഉൾപ്പെട്ട 16 പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ വികാരിയച്ഛന്മാരുടെയും സന്യാസിമാരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. പഴുവിൽ ഫെറോന വികാരി റഫറൻറ്റ് ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫെറോന കൗൺസിൽ സെക്രട്ടറി ആന്റണി എ അധ്യക്ഷനായിരുന്നു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. റഫറൻറ്റ് ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, ഫെറോന കത്താലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൽ, റഫറൻറ്റ് ഫാദർ ജെൻസ് തട്ടിൽ, റഫറൻറ്റ് സിസ്റ്റർ കൊച്ചു ത്രേസ്യ CMC, റഫറൻറ്റ് സിസ്റ്റർ അനു ജോൺസൺ FFC, റഫറൻറ്റ് സിസ്റ്റർ നിഷ FFC, റഫറൻറ്റ് ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫെറോന കുടുംബ കൂട്ടായ്മ കൺവീനർ പ്രീത് ജെ മുരിയാടൻ, റഫറൻറ്റ് ഫാദർ സിജോ കാട്ടുകാരൻ, ഫെറോനോ മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ്, ഫെറോനോ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ജോസ് ആലപ്പാട് തുടങ്ങിയവർ അനുബന്ധ പ്രഭാഷണങ്ങൾ നടത്തി. കൈകാരന്മാരായ ജെയിംസ് CA, ലിജോ കരിയാട്ടിൽ, സിജോ റോബിൻ, സോബി C ആന്റണി, ഷൈജൻ KT തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ യോഗത്തിന് മുൻപ് തൃപ്പയാർ സെന്ററിൽ നിന്ന് വിശുദ്ധ ദേവദാസന്റെ ദേവാലയത്തിന് മുൻവശത്തേക്ക് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കളും അഭിമന്യ പിതാക്കന്മാരെ വന്നു കണ്ട് ആശ്വസിപ്പിക്കുകയുണ്ടായി. ഇത് ജാമ്യം കൊടുക്കും, ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആശ്വാസവാക്കുകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇതിനെ ജാമ്യം കൊടുക്കുന്നതിന് എതിര് നിൽക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഇന്ന് അത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല, വീണ്ടും എതിർക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് സത്യാവസ്ഥ. തെങ്ങിൽ നിന്നിറങ്ങി കവുങ്ങിലേക്ക് കയറിയ പ്രതീതിയാണ് ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നും കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് മതപരിവർത്തനത്തിന്റെ പേരിലല്ല, മറിച്ച് മനപരിവർത്തനത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസെടുക്കുകയാണെങ്കിൽ അതിൽ അഭിമാനിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് ഭരണഘടനയെ പിച്ചിത്തീന്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കുൽസിത പദ്ധതികളെ ഒരുക്കി ചേർക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഈ ഭാരത സംസ്കാരത്തിന് തന്നെ കളങ്കമായിട്ട് മാറിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി കെയറിന്റെ ആഭിമുഖ്യത്തിൽ അന്തിക്കാട് പഞ്ചായത്ത് 16-ാം വാർഡിലെ 69-ാം നമ്പർ സൗമ്യ അംഗനവാടിയിലേക്ക് മേശകൾ കൈമാറി. കുട്ടികൾക്ക് ഇരുന്നെഴുതാനും വായിക്കാനും ഭക്ഷണം കഴിക്കാനും മേശയില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ഉമ്മൻചാണ്ടി കെയറിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി മേശകൾ നൽകിയത്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അക്ബർ പട്ടാട്ട് അധ്യക്ഷത വഹിച്ച പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷൈൻ പള്ളിപ്പറമ്പിൽ വിതരണോദ്ഘാടനം നടത്തി. അശ്വിൻ ആലപ്പുഴ, മണ്ഡലം വൈസ് പ്രസിഡന്റ് യോഗനാഥൻ കരിപ്പാറ, കോൺഗ്രസ് 16-ാം വാർഡ് മെമ്പർ പ്രസിഡന്റ് വത്സ്യൻ കുന്നത്തുള്ളി എന്നിവർ നേതൃത്വം നൽകി. അങ്കണവാടി ടീച്ചർ ഷീല VV, അങ്കണവാടി ഹെൽപ്പർ കുമാരി KS, രക്ഷിതാക്കൾ ഉഷ സുരേഷ്, മീനു രാകേഷ്, ഷെജിന നസീർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം നമുക്ക് നേരെ കാണിച്ചു തന്ന കാരുണ്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മാർഗത്തിലൂടെ പോവുക എന്നൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അത് പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ അതിലഞ്ജലർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ അംഗനവാടിയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി 2 മേശകൾ നമ്മുടെ കുരുന്നുകൾക്ക് എഴുതുവാനും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം വന്നപ്പോൾ മതിലകം പ്രവാസി അസോസിയേഷൻ രൂപവൽക്കരിച്ച പാപ്പിനിവട്ടം ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവാസി ഫെസ്റ്റിന് മതിലകം പുന്നക്ക ബസാറിൽ തുടക്കമായി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. പാപ്പിനിവട്ടം ഗാലറിയുടെ ലോഞ്ചിങ് CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ലോഗോ പ്രകാശനം ചെയ്തു. സിനിമാ താരങ്ങളായ സാജൻ പള്ളുതുരുത്തി, സജിത ബേട്ടി, സീരിയൽ താരം ഇസ ഫാത്തിമ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാർഡ് മെമ്പർ സസാബി സലീം, പുന്നക്ക ബസാർ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ആസിഫ് കാക്കശ്ശേരി, ഫെസ്റ്റ് ചെയർമാൻ ഷാനവാസ് പെരുന്തറ, കൺവീനർ KR സഗീർ, കോർഡിനേറ്റർ ഹംസ YP പാടത്ത്, RH സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രവാസം എന്ന് തുടങ്ങി എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് പെട്ടെന്നൊരു ഉത്തരവൊന്നുമില്ല. പ്രവാസം ഒരുപാട് കാലത്ത് നമ്മുടെ ഈ ചരിത്ര പുസ്തകങ്ങൾ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിൽ തുടങ്ങി.
ഇബൻ ബത്തൂതയുടെയും ഫാഹിയാൻ്റെയും മാർക്കോ പോളോയുടെയും വാസ്കോ ഡി ഗാമയുടെയും ഒക്കെ ഇങ്ങനെ കാണും. ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്ത പായക്കപ്പലുകളൊക്കെ പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ, അല്ലെ? മുസ്ലിസ് എന്ന് പറയുന്നത് അതുപോലുള്ള ചരിത്രമാണ്. കുരുമുളക് തേടിയും സുഗന്ധദ്രവ്യങ്ങളും തേടിയും മറ്റൊരു സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ, സിറിയയിൽ നിന്ന് പോലും ഇവിടെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പം പെട്ടെന്ന് സിറിയ, ലെബനൻ, ഡമാസ്കസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ്. അന്ന് വന്നിരുന്നത് പ്ലെയിനൊന്നുമല്ല. എത്ര സാഹസികമായിട്ടായിരിക്കണം അവരിവിടെ വന്നിട്ടുണ്ടാവുക. ഗേറ്റ് വേ ഓഫ് മുസ്ലിസ് എന്ന് പറയുന്ന അഴീക്കോടാണ് നമ്മുടെ പ്രദേശം. ആ പ്രദേശത്ത് വരികയും അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര രസകരമായ ഒരുപാട് കാര്യങ്ങളന്ന് കാണാൻ കഴിയും. അതിനുശേഷം നമ്മളിങ്ങനെ പുരോഗമിച്ച് പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ കാണുന്ന പോലെ ഉള്ള ദുബായിലും ഒക്കെ പോയ ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് ആയി. ശരിക്കും യഥാർത്ഥത്തിൽ പ്രവാസികൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അംബാസഡർമാരാണ് ഇതിൻ്റെ. സാങ്കേതിക വിദ്യ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കുന്നതിൻ്റെ വലിയ കണ്ണികളാണ്. എവിടെ എത്രത്തോളം ഈ സാങ്കേതിക വിദ്യയിൽ വികാസ പ്രക്രിയ വരുമെന്ന് നാടിനോട് സംവദിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, പ്രവാസികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചമെന്ന് പറയുന്നത്, ഗുണമെന്ന് പറയുന്നത്, അവർ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ജാഗരൂകരായി, നമ്മൾ പറയില്ലേ, കണ്ണിമ തെറ്റാതെ അങ്ങനെ നോക്കി ശ്രദ്ധിച്ച് വർത്തമാനം പറയുന്നതാണ്. അത് രാഷ്ട്രീയമായാലും സാംസ്കാരികമായാലും പൊതു രംഗത്തുള്ള ആളുകൾ ഒരു വീട് വെക്കലോ ഒരു ക്യാൻസർ ഒരു കിഡ്നിയോ ഏത് തരത്തിലുള്ളൊരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടായാൽ അതിനെക്കുറിച്ച് നന്നായി പ്രതികരിക്കുന്ന ആളുകളാണ് പ്രവാസികൾ. മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മാധവനായും മധ്യവയസ്കനായും മാതൃക പുരുഷനായും മദ്യപാനിയായും മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞിൽ വിരിഞ്ഞ മലലിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിയനായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മറിമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയും ഒരുമായുള്ള മോഹൻലാലുമാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന രണ്ട് മെഗാതാരങ്ങൾ. ഇവരെ കൂടാതെ ഒത്തിരി മകാരക്കാരി മറുനാട്ടിൽ നിന്നും മലയാള നാട്ടിലെത്തി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. മധുബാൽമധു, മോഹിനി മാധവൻ, മധുബാല, മാധുരി, മാധവി, മന്ദാകിനി, മണിരത്നം, മനീഷ, മുനിഷ, മനീഷക്കുള്ള, മമത കുൽക്കർണി, മനോജ്, മഞ്ജുള, മഞ്ജു വാര്യർ, മേനക, മാനസരി, മണിയമ്പള രാജു, മീനാമിനി, മിമ്മിനി, മാള, മാമുക്കയ, മോഹൻലാൽ, മോഹൻരാജ്, മഹേഷ്, മുകേഷ്, മാളൂട്ടി, മാമട്ടി, മമ്മൂട്ടി മുതൽ മച്ചാൻ മരീസ് വത്തിലിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ്, ഏ സിനിമകളല്ല. മുതലാളി, മായാവി, മുടിനായി, ഉത്രമാനി, ശ്രീ വിശ്വാമിത്ര, മനുഷ്യൻ, മനുവങ്ങൾ, മറ്റൊരു കർണൻ, മുരുടൻ, മാർത്താണ്ഡർമ്മ, മലമുകള, ദീപം, മംഗലമീട്ടിൽ, മനുഷ്യർ, ഹുപ്ത, മകനഗരത്തിൽ, മയൂര നൃത്തം, മേലെപ്പറമ്പിൽ, ആൺവീട്ടിൽ, മടിയത്തുമ്പ മിഥുനം, മണ്ണിൻ്റെ മുകളിൽ മണിമാണിക മണി എന്നിവർ 3 മാസങ്ങൾക്ക് മുമ്പ് മധുരോത്സവം, മന്മത്സരങ്ങൾ, മഴവിൽ കാടി, മഴവിൽ കൂടാരം, മാൻ ഓഫ് ദ മാച്ച്, മുക്കിലാത്ത്, മുറിമുക്കന്നാജ്, മുദ്ര, മുഖമുദ്ര, മുദ്ര, മാൻപട, മടപാട്ടി, മൂടുപടം, മണിയറ, മാമംഗം, മാൻപത്രമാം, മാന്യമഹാജനങ്ങളെ മാതൃഭൂമിക്ക് വേണ്ടി മൈഡിയർ മുത്തിച്ച് പണിച്ചപ്പുറന്നപ്പോൾ മിസ്പമ്പില, മാമൽക്കപ്പുറത്ത് മഴ പെയ്യുന്നു, പന്തളം കൊട്ടുന്നു, മന്ത്രിമാളികയിലെ മനസ്മതം, മാസ്മരം, മൂർഖൻ, മിമിക്സ് പരേഡ്, മമ്മിയാൻ മീ, മോസാങ്കേറ്റ്, മിഷ, മാധവൻ, മായാമോഹിനി, മധുരാശി. ഞാനിവിടെ കിടന്ന് ശ്വാസം മുട്ടി ചത്തുപോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖം. ശ്വാസം വിടണ്ടേ? ഇത് അകത്തേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ടിട്ട് ഓക്സിജനൊക്കെ പുറത്ത് കളയണ്ടേ? കൈ അടിക്കണ്ടേ? നിങ്ങളുടെ വിചാരം ഷാത്ത് പോടണമെങ്കിൽ ചത്ത് പോട്ടെ എന്നും പറഞ്ഞാണ്. എന്തായാലും പെൺകൊടി മകമാരി റാണി താരങ്ങൾ പൂത്തപ്പോൾ അഴകുള്ള ഫാത്തിമ അഴമപ്പ ഫാത്തിമ അഴകാന്തോന്നരെ പൂമോള ഫാത്തിമ അറിയാത്ത തങ്ങൾക്ക് ഒത്ത ഫാത്തിമ. കരിപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപിച്ച കരുണാഭവൻ റിഹാബിലിറ്റേഷൻ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഹോട്ട്പാക്ക് MD അബ്ദുൽ ജബ്ബാർ നിർവഹിച്ചു. ബുസ്താൻ സെക്രട്ടറി PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, ആസാ ഗ്രൂപ്പ് MD CP സാലിഹ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉനൈസ് പാപ്പിനിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. അഹമ്മദ് അനസ് മൗലവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ UAE ജനറൽ സെക്രട്ടറി PA ഹുസൈൻ, ആസിം വെളിമണ്ണ, കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ഹിറ സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, ഡോക്ടർ അബ്ദുൽ അസീബ് മദനി, നിസാർ, ഷാഫി മജീദ്, റസീന ഷാഹുൽ, ഹമീദ്, EK ഇബ്രാഹിം കുട്ടി മൗലവി, PK അബ്ദുൽ ജബ്ബാർ മൗലവി, TK അബ്ബാസ്, KA കബീർ, ബുസ്താനി തുടങ്ങിയവർ സംസാരിച്ചു. സമ്പത്തിനെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുന്നോ അവരാണ് നന്മ ചെയ്യുന്നവർ. അത് രക്ഷിതാവിൽ നിന്നുള്ള താക്കീത് കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. അതായത് നമുക്ക്
ഐശ്വര്യം ഉണ്ടായി, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി, അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താതിരിക്കുക, അതായത് അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കുന്നവർക്കായിട്ടൊരു താക്കീതും ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് പറഞ്ഞു. വിവിധ മതങ്ങളിൽ, വ്യത്യസ്ത വേദങ്ങളിലൊക്കെ ഇതേ ആശയം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഇസ്ലാമിൽ അത് കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായിക്കൊണ്ട്, കുറച്ചുകൂടെ അതിനെ ആധികാരികമായിക്കൊണ്ട്, ശക്തമായിക്കൊണ്ട് താക്കീത് കൊടുത്തത് കൊണ്ട് കൂടുതൽ ഇസ്ലാം മത വിഭാഗത്തിലുള്ളവർ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്തതായിട്ട് കാണാം. എന്തായാലും ഇത് ഇങ്ങനൊരു കെട്ടിടം പണിതു എന്നുള്ളത് കൊണ്ട് ആ കെട്ടിടം ഒരിക്കലും കരുണ ഉത്ഭവിപ്പിക്കുന്നില്ല. ആ കെട്ടിടത്തിലുള്ള അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രവർത്തകരാണ്, അവരുടെ മനസ്സ്, അവരുടെ പ്രവർത്തനം, അവരുടെ വാക്കുകൾ, അതാണ് കരുണ ജനിപ്പിക്കുന്നത്. അതാണ് ഈ കുട്ടികളുടെ കഴിവുകളെ ഉയർത്തിയെടുത്ത് കൊണ്ടുവന്ന് അവർക്ക് സമൂഹത്തിന് അവർക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. നമ്മളെപ്പോലെ തന്നെ പല രീതിയിലുള്ള കഴിവുകളുള്ളവരാണ് ഈ ഇരിക്കുന്നവർ. നമ്മുടെ ആ മക്കളെല്ലാം പൊതുജനമധ്യത്തിൽ എല്ലാ ഫംഗ്ഷനിലും എല്ലാ പരിപാടികളിലും ആത്മാർത്ഥമായി പങ്കെടുപ്പിക്കുക എന്നാണ്, കൊണ്ടുവരിക തന്നെയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ അല്ലെങ്കിൽ അവരുടെ ശാഠ്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാലും ഒക്കെ ക്ഷമിക്കാനുള്ള വിശാലമായിട്ടുള്ള ബോധം നമുക്കുണ്ടാകുക എന്നാണ്. അല്ലെ, നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചാലേ നടക്കുള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമ്മുടെ സന്തോഷം ഉണ്ടാകുന്നതായിരുന്നു. അതാണ് ഞാനിവിടെ വരുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യം വീണ്ടും പറഞ്ഞത്. 80-ലേറെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാനിവിടെ ചോദിച്ചു, നമ്മുടെ അഹമ്മദ് അനസ് മൗലിയോട് ചോദിച്ചു, ഇവിടെ ഈ 80 പേര് മാത്രമേ നമ്മുടെ ഈ പഞ്ചായത്തിൽ, അപ്പോൾ ഇല്ല 200 പേരെങ്കിലും ഉണ്ടെന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സാധാരണക്കാരായിട്ടുള്ള മക്കൾക്ക് അത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായാൽ ഉണ്ടാകുന്ന ദുരിതം ഒന്ന് ആലോചിച്ച്, ഒരു പ്രശ്നം ഒന്ന് ആലോചിച്ചു. മാത്രമല്ലല്ലോ, ചിലപ്പോഴും ഈ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ മരണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ മരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉറപ്പുള്ളൊരു സംഗതിയാണല്ലോ, അത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഞാൻ എന്ത് ചെയ്യും എന്നല്ല വേവലാതി എന്ന് പറയുന്ന ചെറുതാണ്. എന്ത് ചെയ്യും എൻ്റെ കുട്ടികളെ, അല്ലേ? കുട്ടികൾ ചിലപ്പോൾ വലിപ്പം, അവരുടെ രീതി, അവരുടെ സ്വഭാവം ഒക്കെ കൂടെ വെച്ചിട്ട് എങ്ങനെ അവർ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന വലിയ വിഷമം അവർ ഉള്ളിൽ ഒതുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ഏത് തരം പ്രവർത്തനവും, എനിക്ക് തോന്നുന്നു ഇവിടെ ശ്രീ ജബ്ബാർ എടുത്ത ഹോട്ട് പാക്കിൻ്റെ ജബ്ബാർ എടുത്ത, ഇപ്പോൾ അദ്ദേഹം ഒരു നല്ല, എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചു വരികയാണ്. നല്ലവണ്ണം സംഖ്യ, ലക്ഷക്കണക്കിന് സംഖ്യ അദ്ദേഹത്തിന് ചിലവായിട്ടുണ്ടാവുമെന്നും അറിയാം. പക്ഷെ എനിക്ക് കുറേ നാളുകൾക്കായി അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് ഏത് നല്ല പ്രവർത്തനം വന്നാലും ഒരു ചെറിയ തുടങ്ങി ഏറ്റവും വലുത് വരെ നൽകാൻ ഒരു പ്രയാസമില്ലാത്ത ആളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കുരിയച്ചിറയിൽ എക്സൈസിന്റെ വൻ വിദേശ മദ്യവേട്ട. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാന കാർ ആക്രമിച്ചു. അതിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന മലപ്പുറം സ്വദേശികളായ വിനോദസഞ്ചാരികളുടെ കാറാണ് ആക്രമിച്ചത്. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ മലയാളി മിഷണറി സഹോദരിമാരെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളി AKCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ അന്യായമായി തുറുങ്കിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പഴുവിൽ ഫെറോനയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് മുമ്പിലെ വിശുദ്ധ യൂദ തദേവൂസിന്റെ ദേവാലയത്തിന് മുൻവശത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.